ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് പോകുന്നത്. ന്യൂസ് 18 ആണ് വാർത്ത പുറത്തുവിടുന്നത്. നിർമ്മാതാക്കൾ നടത്തുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല രീതിയിലുമുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത്തവണ അത് നേരിട്ട് ബാധിക്കപ്പെടുന്നത് ഒരു വെബ് സീരീസിൽ അഭിനയിച്ച താരം മുതൽ അതിൽ പ്രവർത്തിച്ച മറ്റു താരങ്ങളും അതിൽ പ്രവർത്തിച്ച പ്രവർത്തകരും ഉൾപ്പെടെയാണ്. സാധാരണ ലൈറ്റ് ബോയ് തൊട്ട് ഇതിലെല്ലാവരും ഈ തട്ടിപ്പിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് വേണം എടുത്തു പറയാൻ. അതാണ് സുദേവ് നായർ നടത്തുന്ന വെളിപ്പെടുത്തൽ ന്യൂസ് 18ലൂടെ. കമ്മട്ടം എന്ന വെബ് സീരീസിൽ അഭിനയിച്ചവർക്ക് കിട്ടിയ ചതി ആണ് ഇവിടെ സുദേവ് തുറന്നു പറയുന്നത്. നിർമ്മാതാവായ അർജുൻ രവീന്ദ്രനെതിരെയാണ് സുദേവ് നായർ തുറന്നടിക്കുന്നത്. C5 റിലീസ് ചെയ്ത കമ്മട്ടം വെബ് സീരീസിൽ തനിക്ക് കിട്ടാനുള്ള തുക മുഴുവനും കിട്ടിയില്ല. തന്നെ നിർമ്മാതാവ് വഞ്ചിച്ചെന്നും നടൻ സുദേവ് നായർ തുറന്നടിച്ചു. പണം ചോദിച്ചപ്പോൾ അഗ്രിമെന്റ് മാറ്റി എഴുതിയെന്നും തന്നെ കബളിപ്പിച്ചാണ് ചിത്രത്തിന്റെ ഡബ്ബിങ്ങും പ്രൊമോഷനിലും ഉൾപ്പെടെ തന്നെ പങ്കെടുപ്പിച്ചതെന്നും സുദേവ് തുറന്നടിച്ചു. ഇത് തന്റെ മാത്രം കഥയല്ലെന്നും ആ വെബ് സീരീസിൽ പ്രവർത്തിച്ച ഒരാൾക്കും മുഴുവൻ തുകയും കിട്ടിയിട്ടില്ലെന്നും സുദേവ് നായർ പറയുന്നു. ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ഈ തുറന്നു. ഡബിങ്ങിന്റെ സമയത്തായാലും പേയ്മെന്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആസ് പെർ മൈ കോൺട്രാക്ട് ഐ സെഡ് ഇത് കിട്ടാണ്ട് ഞാൻ ഡബ് ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറയുന്നത് ഇമെയിൽ അയച്ചിരിക്കുന്നു ഇൻ റൈറ്റിംഗ്, ദെൻ സിൻസ് യു ആർ നോട്ട് അവൈലബിൾ വി വിൽ ഡബ് വിത്ത് സമ്മൺ എൽസ് ഹൂസ് വോയിസ് ക്ലോസ്ലി മാച്ചസ് യുവേഴ്സ് എന്ന് പറഞ്ഞു. അത് ഇറ്റ്സ് ലൈക്ക് എ വീൽഡ് ത്രെറ്റ്. താങ്ക്ഫുള്ളി ഷാൻ ഡയറക്ടർ സൈഡ് വഴിയേ ഇല്ല, അങ്ങനെ പോവാണെങ്കിൽ ഞാനത് കോപ്പറേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ലെറ്റ് ദാറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞു. ഈവൻ സി ദ എക്സിക്യൂട്ടീവ് വാസ് വർക്കിംഗ്. ഹി ഓൾസോ സെഡ് അങ്ങനെ ഞാനല്ല സിയിലും ആരും അത് അലൗ ചെയ്യില്ല. സുദേവിൻ്റെ പെർഫോമൻസും വോയിസും കാരണമാണ് ദ ഷോ ലുക്സ് ദ വേ ഇറ്റ് ഇസ്. അതിലിപ്പോൾ വോയിസ് 50% ഇസ് ദ പെർഫോമൻസ് ഓഫ് ദി ആക്ടർ. അത് തന്നെ നമ്മൾ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാക്കി എന്തെന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹി ഹാഡ് ടു കൺസീഡ്. ബട്ട് എനിക്ക് എന്നാലും അമൗണ്ട് തന്നില്ല, പക്ഷേ കുറേ പ്രോമിസസ് ചെയ്തു. എനിക്കിപ്പോൾ ഇല്ല, ഞാൻ പിന്നെ തരാം, റിലീസിന് ശേഷം തരാം, ഇങ്ങനെ തരാം, അങ്ങനെ തരാം. എന്നിട്ട് അവസാനം ഫൈനൽ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് കോൺട്രാക്റ്റിൽ മാറ്റി റിലീസിൻ്റെ 1 മന്തിന് ശേഷമുള്ള എന്തോ ഡേറ്റ് ഇട്ടിട്ട് അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്തു. പിന്നെ ഞാനും ബലം പിടിച്ചില്ല. ഞാൻ എന്തായാലും പ്രൊജക്റ്റിന് വേണ്ടി ഇറങ്ങിയത് പൈസയ്ക്ക് വേണ്ടിയല്ല. പ്രോജക്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ആൾക്കാർ ചെയ്തത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷായി ഒന്ന് പുറത്ത് വരട്ടെ, അതാണ് മെയിൻ. നമ്മൾ എല്ലാവരും ആക്ച്വലി ആലോചിക്കണം അങ്ങനെയാണ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പക്ഷേ അതിൽ ഇൻവോൾവ് ആയിട്ട് എല്ലാവരും ആലോചിക്കണം പ്രൊജക്റ്റ് നിന്ന് വരട്ടെ, എൻ്റെ പേയ്മെൻറ്റ് ഞാൻ പിന്നെ നോക്കിക്കോളാം. പക്ഷേ ഇപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ വന്നു who has no care about the quality of the project. ഇപ്പോൾ എൻ്റെ വോയിസ് റീപ്ലേസ് ചെയ്തു വേറെ അയാളുടെ വോയിസ്, ക്വാളിറ്റി മോശം, അയാൾക്ക് അതിൻ്റെ ബോധറേഷൻ ഇല്ല. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയണ ആക്ച്വലി ബഡ്ജറ്റ് ഓവർ ഷൂട്ടായി ബിക്കോസ് നമ്മുടെ DOP കുറേ സമയം എടുക്കുന്നു ലൈറ്റ് ചെയ്യാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് എൻ്റെ അടുത്ത് പയ്യന്മാരുണ്ട് വേറെ, നമുക്ക് അവർ പെട്ടെന്ന് ഇത് മൂവ് ഓൺ ചെയ്യും. പക്ഷേ പ്രകാശേട്ടനെ എന്നെ എടുക്കണമായിരുന്നു, ഷാനിന്. ഞാൻ വിചാരിക്കണ പുള്ളിക്ക് ഒന്നാമത് ബഡ്ജറ്റില്ല, റിസോഴ്സസ്. 4 ആൾക്കാരുടെ ഒരു ടീമുള്ളൂ. ഈ 4 പേര് കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം. അവർ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമുണ്ട് റെസ്റ്റ് ചെയ്യാൻ, ഒരു ഗ്യാപ്പ്. ഇവർക്ക് ഗ്യാപ്പൊന്നുമില്ല. ഇവർ ഗ്യാപ്പില്ലാണ്ട് കണ്ടിന്യൂസ് ഇത്രയും കുറവ് ആൾക്കാർ റിസോഴ്സുകളിൽ വലിയ ലൈറ്റ് സ്റ്റാൻഡും ഹെവി ആയിട്ടുള്ള എക്വിപ്മെൻറ്റൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അവരോട് ഗ്രാറ്റിറ്റ്യൂഡാണ് തോന്നുന്നത്. നിങ്ങൾ കാരണം ഫ്രെയിംസ് സിനിമാറ്റിക് ആയിട്ട് വരുന്നു, അതിന് സമയമെടുക്കും, ലൈറ്റപ്പ് ചെയ്യാൻ സമയമെടുക്കും. വലിയ ടീമുണ്ടെങ്കിലും കൂടി സമയമെടുക്കും. ഇത് 4 പേര് വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും സമയമെടുക്കും. അവർ സൊല്യൂഷനാണ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോബ്ലത്തിന്. അതിനെ പ്രോബ്ലമായിട്ട് എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം. എന്നിട്ട് ഹീസ് നോട്ട് റിയലൈസിങ്. അയാളുടെ വിചാരം അയാൾ എന്തോ ഒരു ഡയഗ്നോസിസ് ചെയ്ത് എനിക്ക് പ്രസൻറ്റ് ചെയ്താൽ ഞാൻ ഇംപ്രസ് ആയി പോകുന്നത്. അത്ര അവയർനെസ്സേ ഉള്ളൂ. അത്ര അവയർനെസ്സും അത്ര കെയർ ഉള്ളൂ ഫൈനൽ പ്രോഡക്റ്റിനെ കുറിച്ച്. ഈ നിർമ്മാതാക്കളുടെ ചതിക്കുഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 4 ദിവസം മുമ്പ് NM ബാദുഷ ഇതുപോലെ ഒരു സഹനിർമ്മാതാവിനെ കബളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിട്ടതാണ്. കഴിഞ്ഞിട്ടാണ് ഇപ്പോഴിതാ മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നത്. ഇതുപോലെ ഇതിനകത്ത് നടക്കുന്ന ചതിക്കുഴികളിൽ പലതും പെട്ടുപോകുന്നതും അറിഞ്ഞുകൊണ്ടാണ്, ചിലത് അറിയാതെയും സംഭവിക്കുന്നു, ചിലരെ വിശ്വാസത്തിൽ ഏറ്റെടുത്തും കൂടിയാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പരാതിയാണ്, അല്ലെങ്കിൽ തന്നെ വഞ്ചിച്ച ഒരു കാര്യമാണ് സുദേവ് നായരോട് തുറന്നു പറയുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.